പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ. ഗുഡ് ഈവനിങ്. ഈ വിഷയം ഇപ്പോൾ കൃത്യമായി തന്നെ മതം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭീകരവാദ പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ കണ്ടത്. നമുക്കൊക്കെ അറിയാം മതവും ഭീകരവാദ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന്. പക്ഷേ പേര് ചോദിക്കുന്നു, കല്ലിമ ചൊല്ലാൻ പറയുന്നു, അതിനുശേഷം വെടിവെച്ച് കൊല്ലുകയാണ്. പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് കൃത്യമായി തന്നെ ഒരു ഡിവൈഡ് ഉണ്ടാക്കുക, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഇന്ത്യയിൽ വന്നൊരു ഡിവൈഡ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ടല്ലേ ഇങ്ങനെയൊരു കുറ്റകൃത്യം ഇവർ ചെയ്തിരിക്കുന്നത്? തീർച്ചയായും ഈ ഒരു രീതിയിലുള്ള പരാമർശങ്ങൾ, കാരണം ഒരുപാട് കാലമായി 9/11 തുടങ്ങിയതാണ് ഈ ഒരു ഭീകരാക്രമണം. തീർത്തും ഒരു മതത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള അക്രമവും അതുപോലെ ഭീകരപ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ തീർച്ചയായും അത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അതിനെ ഒന്നടങ്കം ഞങ്ങൾ അപലപിക്കുകയാണ്. ഇത് ഒരു മതത്തിൻ്റെ പേരിൽ പേര് പറഞ്ഞ് പേര് ചോദിച്ച് ഇങ്ങനെ അവരെ കൊലപ്പെടുത്തുമ്പോൾ തീർച്ചയായും ഇതിൽ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് കൊല്ലപ്പെടുമ്പോൾ ഇവിടെ ഒരു വലിയ ഒരു മതേതര സാഹചര്യം ഇവിടെയുണ്ട്, മതേതര ബോധമുണ്ട്. ഇങ്ങനെ ഒരു സമാധാനത്തിൽ നീങ്ങിപ്പോകുന്ന ഈ രാജ്യത്ത് സമാധാനം ഇല്ലാതാവുന്നു, മതങ്ങൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിന് വലിയ കോട്ടം തട്ടുന്നു. തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു സമീപനം തീർച്ചയായും ഇത് എല്ലാ രീതിയിലും ഇതിനെ ഇതിൽ നിന്നും രക്ഷിക്കാനും ഇതിൽ നിന്നും മോചിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന വ്യത്യാസമില്ലാതെ ഭരണകൂടം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും ഇതിനെതിരെ ശക്തമായ രീതിയിൽ പോരാടാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു വലിയ ശുഭാപ്തി വിശ്വാസമാണ് നമുക്കുള്ളത്. തീർച്ചയായും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ രീതിയിൽ ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലും ഇതിനെ ശക്തമായി നേരിടാൻ ഏത് മതവിശ്വാസികളും ഒന്നിച്ചുകൊണ്ട് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മതമില്ല. അതിനപ്പുറത്തേക്ക് ഈ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിനും മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുവാനും നമ്മളൊക്കെ ഒന്നായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അതെ, ഇവിടെ ഇവർ കലിമ ചൊല്ലാൻ പറയുകയാണ്. ഇത് ഏത് പ്രവാചകനാണ് അല്ലെങ്കിൽ ഏത് ഖുർആനാണ് ഇത്തരത്തിൽ കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇത് ഇവർ തന്നെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് അതിൽ ആത്മാഭിമാനം കൊണ്ടിവിടെ വന്നുകൊണ്ട് ഇത്തരത്തിലേക്ക് പ്രവൃത്തി ചെയ്യുമ്പോൾ ഇവരുടെ തന്നെ വിശ്വാസ പ്രമാണങ്ങളെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണല്ലോ. ഇത് കശ്മീരിയത്തിനെതിരായ ഒരു പോരാട്ടമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇന്നിപ്പോൾ ഒരു ലേഖനത്തിൽ വായിച്ചതാണ്. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയല്ലേ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ? അല്ല, ഒരു ഇസ്ലാം മതവിശ്വാസം ഒരിക്കലും ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ കലിമ ചൊല്ലിപ്പിച്ചുകൊണ്ട് മരിക്കാനോ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെ നമുക്ക് സമാധാനപരമായി ജീവിക്കാനും ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും കൊലപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവരെയും കൊലപ്പെടുത്തിയ പോലെയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ ഇവിടെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ മതം ചോദിച്ച് അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ചോദിച്ച് കൊലപ്പെടുത്തിയത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അതിനെ എല്ലാ രീതിയിലും അത് ഇസ്ലാം ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ ഖുർആനോ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രമോ ഒരിക്കലും ആ രീതിയിൽ വിശ്വാസികളോട് പറഞ്ഞിട്ടുമില്ല. ഇതിൻ്റെ ശക്തമായ രീതിയിലുള്ള ഒരു പരാമർശമാണ് ഖുർആൻ എപ്പോഴും എടുത്തിട്ടുള്ളത്. ഖുർആനും ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും ഇവിടെ കാരുണ്യവും മനുഷ്യൻ്റെ ജീവിതവും യുദ്ധങ്ങളിൽ പോലും അവിടെ സമാധാനം പാലിക്കാനും അവിടെ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളെ അവരെ കരുതാനുമാണ് എപ്പോഴും ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരിക്കലും ഒരാളെ വധിക്കുവാനോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുവാനോ ഉള്ള ഒരു ഉപദേശവും ഇസ്ലാം നൽകിയിട്ടില്ല. അങ്ങനെ ഉപദേശിക്കുന്നവർ മതത്തെ അറിയാത്തവരാണ്. തീവ്രവാദമാണ് അവരുടെ മതം, ഭീകരമാണ് അവരുടെ മതം. ഒരിക്കലും ഇസ്ലാം അല്ല അവരുടെ മതം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, ഇതിപ്പോൾ ഏതാനും നാൾ മുൻപ് പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞ ഒരു കാര്യം അതിപ്പോൾ ചർച്ചയായി വരുന്നുണ്ട്. കശ്മീർ പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണ്, ഇന്ത്യയുടേതല്ല എന്ന് പറയുകയാണ്. ഒപ്പം തന്നെ തങ്ങളുടെ സ്വത്വം എന്ത് എന്നുള്ളത് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇതെങ്ങനെയാണ് രണ്ട് രാഷ്ട്രങ്ങളായി മാറിയത്. അപ്പോൾ അവിടെ കശ്മീർ തങ്ങളുടേതാണെന്ന് പറയുമ്പോൾ അത് ഏത് പോയിന്റിലേക്കാണ് വരുന്നത്? അത് കൃത്യമായി നടപ്പാക്കപ്പെടുകയായിരുന്നു ഇവിടെ ഈ ഭീകരവാദികൾ. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത് പാണക്കാട് മുനവറലി തങ്ങൾ? അതെ, അത് ഭീകരവാദികൾ അങ്ങനെയുള്ള ചില അവർക്കുള്ള ആശയം അല്ലെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്
ദ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതാണ് ഈ തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ത്യ കശ്മീർ അടക്കമുള്ള സ്റ്റേറ്റ് ഇന്ത്യയുടേതാണെന്നും ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഭരണഘടനാ അവകാശങ്ങളും ഒക്കെ നൽകപ്പെടുന്ന ഒരു സമൂഹം കൂടിയാണ് കശ്മീരി സമൂഹം. അവരൊരിക്കലും അത് മറ്റൊരു രാജ്യമാണ്, ഇതിൻ്റെ ഭാഗമാണെന്നും ഇന്ത്യ ആ രീതിയിൽ ഒരിക്കലും മുന്നോട്ട് പോകുന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ മറ്റൊരാൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെതിരെ നമ്മൾ ശക്തമായ രീതിയിൽ ഒന്നടങ്കം ഒന്നിച്ചു നിൽക്കും എന്നുള്ളതാണ് ഇന്ത്യക്കാരും ഇന്ത്യയെ മതേതരത്തെ സ്നേഹിക്കുന്നവരും മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ നന്ദി പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഇത്രയും സമയം നമുക്കൊപ്പം ചെലവഴിച്ചതിനും കാര്യങ്ങൾ വിശദീകരിച്ചതിനും.